ഒരുപാട് കാലത്തിന് ശേഷം. അതെ, വർഷങ്ങൾക്ക് ശേഷം. കഴിഞ്ഞ ദിവസം കുറെ ചെറുപ്പക്കാരുടെ കൂടെ ഒരു കാറിൽ നിന്നെ ഞാൻ കണ്ടു. കുടിച്ചു ബോധമില്ലാത്ത നിലയിൽ മദ്യത്തിനു വേണ്ടി നീ ബഹളം കൂട്ടുകയായിരുന്നു. ഞാനിപ്പോ അങ്ങനെയാണ്. എന്റെ ജീവിതം അങ്ങനെയായിപ്പോയി. വിവാഹിതയായി നീ നല്ലൊരമ്മയായി ജീവിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതിയത്. എനിക്കൊന്നുമില്ല. എനിക്കാരുമില്ല. നിന്റെ ഡാഡി ജീവിച്ചിരിപ്പുണ്ട്. നീ ഇപ്പൊ എന്തിനിവിടെ വന്നു? നിങ്ങളെ കാണാൻ. എനിക്കൊരു ജീവിതം തരണമെന്ന് അപേക്ഷിക്കാൻ. ഷർലി, ജീവിതത്തിന്റെ യാത്രയിൽ നമ്മൾ എവിടെയോ വെച്ച് കണ്ടുമുട്ടി. കണ്ടുമുട്ടിയതുപോലെ തന്നെ പിരിഞ്ഞു പോവുകയും ചെയ്തു. അതാണ് എന്നെ തകർത്തത്. നിങ്ങൾ അന്ന് ഇറങ്ങിപ്പോയപ്പോ എന്റെ മനസ്സും കൂടെ നിങ്ങൾ കൊണ്ടുപോയി. തിരിച്ചു വിളിക്കണമെന്ന് തോന്നി. ദുർവാസി എന്നെ സമ്മതിച്ചില്ല. എനിക്കന്ന് നഷ്ടപ്പെട്ടതല്ല ഇന്ന് തിരിച്ചു കിട്ടണം. ഇല്ല ഷർലി, നീ വളരെ വൈകിപ്പോയി. അന്ന് നിന്റെ വീടിന്റെ പടികൾ ഇറങ്ങിയ ശേഷം എനിക്ക് നഷ്ടപ്പെട്ട് എന്നെ അന്വേഷിച്ച് വർഷങ്ങളോളം ഞാൻ അലഞ്ഞു. ഈ ജീവിതം ഞാൻ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ നിനക്കിപ്പോ ഒരു പക്ഷേ എന്റെ കുഴിമാടത്തിന്റെ മുമ്പിൽ നിന്ന് വിലപിക്കേണ്ടി വരുമായിരുന്നു. നിനക്ക് വേണ്ടിയാണ് ഞാൻ ക്രിസ്ത്യാനിയായത്. പിന്നെ അതെന്റെ ജീവിതത്തിന്റെ തത്വശാസ്ത്രമായി. ഞാൻ ദൈവത്തെ കണ്ടെത്തി. വർഷങ്ങളായി ഞാൻ ജീവിതം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളെ കണ്ടപ്പോ എനിക്കെന്റെ ജീവിതം തിരിച്ചു കിട്ടിയെന്ന് തോന്നി. ഇല്ല ഷർലി, ഇനി ഒരിക്കലും എനിക്ക് നിനക്ക് തരാൻ കഴിയില്ല. നീ ഉദ്ദേശിക്കുന്നതിൽ നിന്നും എത്രയോ ദൂരത്താണ് ഞാൻ. ഇതൊരാശ്രമമാണ്. ഞാനൊരു വൈദികൻ. വേണോ? നോ, ഐ എം ഫാദർ മൈക്കിൾ. ഫുട്ബോൾ ഗ്രൗണ്ടിൽ പന്തുമായി ഓടിയ ഒരു യുവാവ്. നിന്നെ തിരക്കി ഓടിയെത്തിയ നിന്റെ കാമുകൻ. ആ വേണു എന്നേ മരിച്ചുപോയി. എന്നെ ഫാദർ എന്ന് വിളിക്കൂ. അങ്ങനെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇല്ല, ഞാനങ്ങനെ വിളിക്കില്ല. എനിക്കിപ്പോഴും വേണു തന്നെയാണ്. അങ്ങനെ തന്നെ നിങ്ങൾ എനിക്ക് തിരിച്ചു കെട്ടുകയും വേണം. വാട്ട് യു മീൻ? നീ എന്താണ് ഈ പറയുന്നത്? നിനക്ക് ഭ്രാന്തുണ്ടോ? നിന്നെ ഒരിക്കലും കണ്ടുമുട്ടരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. നീ ഇവിടുന്ന് പോകും. പോയി ഒരു നല്ല സ്ത്രീയായി ജീവിക്കും. ഷർലി, നമ്മുടെ വഴികൾ രണ്ടാണ്. ഈ വഴികൾ ഒരിക്കലും കൂട്ടുമുട്ടുകയില്ല. നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കട്ടെ. ദയവായി നീ ഇവിടുന്ന് പോകും. മനസ്സ് നിറയെ നിങ്ങളാണ്. നിങ്ങളെ കുറിച്ചുള്ള വിചാരങ്ങളും നിങ്ങളുടെ രൂപവും. നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഷർലി, നിന്റെ സമനില തെറ്റിയിരിക്കും. നീ അല്പനേരം വിശ്രമിക്കൂ, പ്രാർത്ഥിക്കൂ. നിങ്ങളെ എനിക്ക് വേണം. നിങ്ങൾ എന്റെ വേണമാണ്. ഷർലി, ഇതൊരാശ്രമമാണ്. നിങ്ങൾ എന്റെ കൂടെ വരൂ. ഷർലി, എനിക്കിനി ഒരിടത്തേക്കേ പോകാനുള്ളൂ. അവൻ വിളിക്കുമ്പോ അവന്റെ അടുത്തേക്ക്. എങ്കിൽ അതിനുള്ള സമയമായി. നിന്റെ നിശ്ചയം അതാണെങ്കിൽ അത് നടക്കട്ടെ.
ഒരിക്കൽ ഞാൻ ക്രൂശിക്കപ്പെട്ടു. വീണ്ടും ഇതാ ഒരിക്കൽ കൂടി. അച്ഛൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. അതെന്താണെന്ന് പറയാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇതിലൊരു രഹസ്യവുമില്ല. അച്ഛന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? എനിക്കോ? എനിക്ക് മിത്രങ്ങളേ ഉള്ളൂ. എന്നെ സ്നേഹിക്കുന്നവരാണ് എനിക്ക് ചുറ്റും. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. തോക്ക് എന്റെ കയ്യിലിരുന്നാ പൊട്ടിയത്. ഞാനത് തുടക്കുകയായിരുന്നു. ശരി, ഞാൻ പോയിട്ട് വരാം. അച്ഛൻ എന്തിനാ കള്ളം പറഞ്ഞത്? വൈദികൻ കള്ളം പറയാൻ പാടില്ല. എങ്കിലും അതുകൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് തെറ്റില്ലെന്നാ എന്റെ വിശ്വാസം. ശാന്തമ്മേ, ശാന്തമ്മ ആശ്രമത്തിലേക്ക് പോയിക്കൊള്ളൂ. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കണ്ടേ? ഞാൻ സുഖമായി വരുന്നത് വരെ ശാന്തമ്മ അവരെ നോക്കണം. രാജു അന്വേഷിക്കുന്നുണ്ടാവും. ചെല്ല്. ദൈവമേ, എന്താ, വേദനയുണ്ടോ? ഇല്ല. ഇതാ മരുന്ന് കുടിക്കൂ.
ഗൗരി, ആരാണ് അവിടെ? എനിക്കറിയില്ല, ഒരച്ഛനാണ്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നെ മനസ്സിലായോ? ഞാൻ ആരെയെങ്കിലും മറക്കാതെ ഉണ്ടെങ്കിൽ അത് നിങ്ങളെയാണ്. എനിക്കൊരു മകൾ ഉണ്ടായിപ്പോയി. നിങ്ങൾ 2 പ്രാവശ്യം അവൾക്ക് വേണ്ടി പടി കടന്നു വന്നു. മൂന്നാമതും ഞാൻ അവളെ അന്വേഷിച്ചാ വന്നത്. ഇരിക്കൂ. ഷർലി എവിടെ? അവൾ ഇവിടെ ഇല്ല. എവിടെ പോയി? എവിടെ പോയോ ആവോ? അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. ഇപ്പോഴും രാമുണ്ണി അവളെവിടെയെല്ലാമോ അന്വേഷിക്കുകയായിരിക്കും. അറിയാവുന്ന വിലാസങ്ങളിലെല്ലാം ഞാൻ അവൾക്ക് എഴുതി. കൈപ്പറ്റാൻ ആളില്ലാത്തതുകൊണ്ട് കത്തുകൾ തിരിച്ചെത്തി. കുറെ നാൾ മുമ്പ് ഒരു രാത്രി അവൾ എന്റെ അടുത്ത് വന്നു. അവളുടെ മനസ്സ് നിങ്ങളെ അന്വേഷിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാണ് അവൾ ഇവിടുന്ന് പോയത്. മനസ്സിന്റെ സമനില തെറ്റിയ മട്ടിലാണ് അവൾ എന്റെ ആശ്രമത്തിൽ വന്ന് കയറിയത്. അങ്ങനെ തന്നെയാണ് അവിടുന്ന് ഇറങ്ങിപ്പോയതും. മിസ്റ്റർ വേണു, ഐ എം സോറി ഫാദർ. നിങ്ങൾക്ക് അവളെ അവിടെ പിടിച്ചു നിർത്താമായിരുന്നില്ലേ? എന്നെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവൾ അവിടെ വന്നു കയറിയത്. ഞാൻ പഴയ വേണുവല്ല, മൈക്കിളുമല്ല. എന്റെ വേഷം നോക്കൂ. എന്നെ ഇനി ആർക്കും കൊടുക്കാൻ എനിക്ക് അവകാശമില്ല. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയ അന്ന് രാത്രി അവളുടെ ബെഡ്റൂമിൽ വിസ്കി കുപ്പി കണ്ടു. അവളൊരു കൊടുങ്കാറ്റായി മാറി. പിന്നെ അവൾ അടക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. ഈ പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുന്ന ഒരു ശക്തിയുണ്ട്. എല്ലാ കൊടുങ്കാറ്റുകളും ഒരു ദിവസം അവിടെ ചെന്നടങ്ങും. ഷെർലിക്ക് വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചത്. നിങ്ങൾ വിശുദ്ധനായി. അവൾക്കുറങ്ങണമെങ്കിൽ വിസ്കി വേണം. തോന്നിയെടുത്താണ് ഉറക്കം. ഞാൻ എന്ത് ചെയ്യും ഫാദർ? അവളെ നമുക്ക് അന്വേഷിക്കാം. പാദസ്വരങ്ങൾ കിരൂങ്ങി കിരൂങ്ങി ആലുവ പൂഴ വിടുമൊഴുകി ഒഴുകി. സാറേ വല്ലതും തന്നെ സാറേ. 1000 പാദസ്വരങ്ങൾ കിരൂങ്ങി. കണ്ണട വെച്ച സാറേ, വല്ലതും തന്നെ സാറേ, വല്ലതും തന്നെ സാറേ. കണ്ണട വെച്ച സാറേ, വല്ലതും തന്നെ സാറേ, വല്ലതും തന്നെ സാറേ. തീവണ്ടി കഴിച്ച് കൊല്ലത്തെ ജാതിയുണ്ട്. சூடே இல்லையே. சூடு இல்ல அங்கிள். பின்ன நான் என்ன பொய்யா சொல்றேன்? ஆமா அங்கிள் എന്ന് கூப்பிடுന്നല്ലോ. ഏതായി കുട്ടി? മോളെ ഏതാ? ഞാൻ ഇന്ദു. ഇന്ദു. இந்துவா? ரொம்ப அழகா பேசுறியே. சமத்து. பாத்தேடா, ஒரு குழந்தை இல்லாம நம்ம லைஃப் பாழா போச்சு. നീ ചുമ്മാ ഇരി. മോളെ എവിടെന്നാ വരണേ? ഈ ഓടിപ്പോയി വണ്ടി അങ്കിളിന്റേതാണോ? അപ്പ അമ്മ എങ്ങേന്ന് കേളുങ്കോ. മോളുടെ അച്ഛനും അമ്മയും എവിടെ? മമ്മി എന്നെ കൊണ്ടുപോയി. ഡാഡി അടുത്ത് പോണം.
ഡാഡിയെ കാണാനാ ഞാൻ വന്നത്. തീവണ്ടി കയറി ദൂരെ പോണെന്നാ മമ്മി പറഞ്ഞത്. അതുകൊണ്ടാ ഞാനിവിടെ വന്നത്. ഈ കുട്ടി എങ്കിരുന്തോ തനിച്ച് വണ്ടിയിലേറി പുറപ്പെട്ടതാണ്. നാടും വീടും എങ്കേന്ന് தெரியாது. என்ன நமக்கு குழந்தை இல்லைன்னு நினைச்சு முருகன் இந்த குட்டியை ட்ரெயின்ல ஏற்றி அனுப்பிச்சதாக்கும். நம்ம காத்துக்கு எடுத்துட்டு போய் நம்ம குழந்தைய நினைச்சு வளர்த்தலாம். അലമേലു, ഇത് നായ്ക്കുട്ടി കുരങ്കുട്ടി ഒന്നും கிடையாது, മനുഷ്യക്കുട്ടി. അതും ഏതോ നല്ല കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടിയെന്ന് தெரியுது മൂഞ്ചി பார்த்தா. ഞാൻ வந்து ഗവൺമെന്റ് സർവന്റ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിന്ന് யாராவது ஒரு காகிதம் எழுதி போட்டா நான் உங்களுடைய ஆத்திலே இருந்து இட்லிக்கு மாவு அரைக்க வேண்டியது. காலம் பொல்லாதது. இந்த குட்டி நம்ம உத்தியோகத்துக்கு டேஞ்சர். இந்த சிகப்பு கொடி மாதிரி. இப்ப இந்த குழந்தை என்ன செய்ய போறே? குழந்தை எங்கோ ஒரு ஸ்டேஷன்ல வண்டியில ஏறியாச்சு. நம்ம ஸ்டேஷன்ல வந்து இறங்கியாச்சு. ஏதாவது ஒரு வழி கிடைக்காதிருக்குமா? பார்க்கலாம். நம்ம சாமியார் ஆசிரமத்திலே போய் சொன்னால் என்ன? മണിയർ, കുട്ടിയെ ഞാൻ നോക്കിക്കോളാം. ഇന്ദു ഇവിടെ നിന്നോട്ടെ. ஃபாதர், இந்த குழந்தை எனக்கு ஆத்திலே கொண்டு போய் வளர்த்தான் കഴിയാഞ്ഞിട്ടല്ല இங்க கொண்டு வந்தது. பட் இந்த குழந்தை வந்து ஒரு பொல்லாத குழந்தை. தனியே வண்டியில் ஏறி வந்து இறங்கின குழந்தை. அது தனியே வண்டியில் ஏறி போகாதுன்னு யாருக்கு தெரியும்? அப்படியே வந்தா சப்போஸ் இதனோட அப்பா அம்மா வந்து கேட்டா நான் என்ன பதில் சொல்லுவேன்? என்ன பதில் சொல்லுவேன்? நான் வந்து ഗവൺമെന്റ് സർവന്റ്. ഐ ആം എ ഗവൺമെന്റ് സർവന്റ്. മിസ്റ്റർ മണിയർ, ഇന്ദുവിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവൾ എങ്ങും പോവില്ല. മോളിങ് വാ. മോള് അച്ഛന്റെ അടുത്തുനിന്ന് പോവുമോ? കണ്ടോ, അവൾ എങ്ങും പോവില്ല. இந்த குழந்தை அப்படியெல்லாம் சொல்லுவாங்க ஃபாதர். அது நம்பாதே. இந்த காலத்திலே குழந்தைகளை நம்பவே கூடாது. கையிலே காலிலே தொடலிட்டு பூட்டி பத்திரமா வச்சிடுங்க. இல்லாவிட்டா எங்கேயாவது ഓടി പോയിടുവാ. മിസ്റ്റർ മണിയർ, ഇന്ദുവിന്റെ ഡാഡിയോ മമ്മിയോ വന്നാൽ അവളെ ഞാൻ അവരുടെ കൂടെ അയക്കാം. മണിയർ പൊയ്ക്കോളൂ. அப்ப நான் வரட்டுமா? ஃபாதர், டோன்ட் மிஸ்டேக் மீ. என்ன തെറ്റിദ്ധരിக்க கூடாது. இந்த குழந்தையை ഏറ്റെടുത്തதாக ஒரு ரெசிப்ட், ஒரு ரேகா. பிகாஸ் ஐ ஆம் எ கவர்மெண்ட் சர்வன்ட். யாராவது வந்து கேட்டா பதில் சொல்ல வேண்டாமா? റെസിപ്റ്റ് ഒന്നും വേണ്ട. ഇത് പാഴ്സലൊന്നും അല്ലല്ലോ, കുട്ടിയല്ലേ. വെരി സോറി, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഐ ആം എ ഗവൺമെന്റ് സർവന്റ്, സെൻട്രൽ ഗവൺമെന്റ് സർവന്റ്. വരട്ടുമാ? വരും മോളെ. ഇതാ നിങ്ങൾക്കൊരു പുതിയ കൂട്ടുകാരി. എല്ലാവരും ഇരിക്കൂ. എന്താ കുട്ടിയുടെ പേര്? മോടെ പേര് പറയൂ. ഇന്ദു. എവിടുന്നാ വന്നത്? തീവണ്ടിയിൽ. മക്കളെ, നിങ്ങൾക്ക് ആർക്കും ഇന്ദുവിനെ കാണാൻ വയ്യ. ഇന്ദുവിന് നിങ്ങളെ കാണാം. ഇവളൊരു പൂമ്പാറ്റയെ പോലെ സുന്ദരിയാണ്. പൂമ്പാറ്റ എങ്ങനെ ഇരിക്കും അച്ചോ? പൂമ്പാറ്റ വളരെ ഭംഗിയുള്ളതാണ്. അച്ഛൻ നാളെ പറഞ്ഞുതരാം. ഈ കുട്ടികളെല്ലാം ഫാദറിന്റെ മക്കളാണോ? അതെ മോളെ, ഇവരെല്ലാം എന്റെ മക്കളാണ്. അലമേലോ, അലമേലോ. என்ன என்ன என்ன? அந்த குழந்தையை கொண்டு சாமியார் ஆசிரமத்திலே ஆக்கியாச்சு. நம்ம தலைவலியே முடிஞ்சாச்சு. ஆமா, நான் அறியாம தான் கேக்குறேன். அந்த குட்டியை கூட்டிட்டு போய் சாமியார் ஆசிரமத்தை விட்டுட்டு வந்துட்டேளே. ஆமா. இந்த குழந்தைய என்கிட்ட கொடுத்துருக்க கூடாதா? நான் வளர்த்த மாட்டேனா? பெத்தா குழந்தையே இல்லையே, இப்படி கண்ண சோற இல்லாம பண்ணிட்டேளே. நீ விவரம் தெரியாம பேசுற அலமேலு. எல்லாம் விவரம் தெரிஞ்சுன்னு தான் பேசுறேன். முதல்ல போய் அந்த சாமியார் ஆசிரமத்துக்கு போய் அந்த குட்டியை கூட்டிட்டு வாங்க. அதெல்லாம் தப்பு. நான் வந்து கவர்மெண்ட் சர்வெண்ட். எங்க இருந்தோ அனாதையா ஸ்டேஷன்ல வந்து இறங்கின குழந்தை. சப்போஸ் நான் அதை அழைச்சிட்டு வந்தா இந்த சென்ட்ரல் கவர்மெண்ட் கொஸ்டின் கேட்காதா? என் வேலை போகாதா? பெரிய வேலை, நான் பார்க்காத வேலை எல்லாம் நான் பாத்துக்கிறேன். நீங்க போய் அந்த குட்டியை கூட்டிட்டு வாங்க. அதெல்லாம் அப்புறம் பார்க்கலாம். நீ ஸ்ட்ராங்கா ஒரு காஃபி எடு. பெரிய வேலை, ரெண்டு கையில கொடி, ஒன்னு பச்சை ஒன்னு சிவப்பு, இப்படி இப்படி காமிக்க வேண்டியது எனக்கு தெரியாதா? இன்னைக்கு காஃபியும் கிடையாது, கீஃபியும் கிடையாது. வாங்க வாங்க வாங்க. എനിക്ക് എന്റെ ഡാഡി അടുത്ത് പോകണം. മോളെ, മോള് കരയാതെ ദാ പാല് കുടിക്കും. എനിക്ക് വേണ്ട ഫാദർ. എന്റെ ഡാഡി എവിടെ ഫാദർ? എനിക്ക് എന്റെ ഡാഡി അടുത്ത് പോകണം.
മോള് കരയാതെ. മോളെ അച്ഛൻ ഡാഡിയുടെ അടുത്തുണ്ട്. മോള് പാല് കുടിക്ക്. എനിക്ക് വേണ്ട ഫാദർ, എന്നെ എന്റെ ഡാഡി എടുത്ത് കൊണ്ടുപോകണം. ഓ മോളെ, മോള് കരയാതെ വാ. ആ